ജാതി വ്യവസ്ഥയെ തുടച്ചു നീക്കി ഹിന്ദു സമൂഹത്തെ ശക്തമാക്കാൻ പ്രയത്നിച്ച നേതാവായിരുന്നു ഭരണഘടനാ ശില്പി കൂടിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ അന്തരീക്ഷത്തിൽ നിശ്ചയദാർഢ്യം കൈമുതലാക്കി അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതീക്ഷയായി മാറിയ അദ്ദേഹത്തിന്റെ 134ാമത് ജന്മദിനമാണ് ഇന്ന്. മഹാരാഷ്ട്രയിലെ മഹർ എന്ന ദളിത് സമുദായത്തിലായിരുന്നു അംബേദ്കറുടെ ജനനം. സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്ത് വിദ്യാഭ്യാസം നേടി. പിന്നീട് ന്യൂയോർക്ക്, കൊളംബിയ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ഉന്നത പഠനം. സൈനികനായ രാംജി സക്പാൽ, ഭീമാബായി ദമ്പതികളുടെ 14ാമത്തെ മകനായി 1891 ഏപ്രിൽ 14-നായിരുന്നു അംബേദ്കറുടെ ജനനം. സാമൂഹ്യ നീതി എന്ന കാഴ്ചപ്പാടായിരുന്നു അംബേദ്കറിനെ ജീവിതത്തിലുടനീളം മുന്നോട്ട് നയിച്ചത്. മഹഡ് മുനിസിപ്പാലിറ്റിയിലെ പൊതുകുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അംബേദ്കർ ആദ്യമായി സമരത്തിനിറങ്ങിയത്. ഉന്നത പഠനത്തിനു ശേഷം ഡോക്ടറേറ്റുകളും നേടി ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം നിയമപരിശീലനം ആരംഭിച്ചു. അധസ്ഥിതരുടെ സാമൂഹിക സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയത് ഈ സമയത്താണ്. അവിടെ നിന്നാണ് ഭാരതത്തിന്റെ ബഹുസ്വരത നഷ്ടപ്പെടാതെ മഹത്തായൊരു ഭരണഘടന അദ്ദേഹം രൂപപ്പെടുത്തിയത്. 141 ദിവസം കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രി പദം ഉൾപ്പെടെ വഹിച്ചെങ്കിലും മഹാനായ ആ ഭാരതീയനെ കോൺഗ്രസ് പിന്നീട് അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 1977 അധികാരത്തിൽ വന്ന ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരായ മൊറാർജി ദേശായി സർക്കാരാണ് അംബേദ്കറിന് അർഹമായ പ്രാധാന്യം നൽകിയത്. 1956 ഡിസംബർ 6-ന് 65-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 1990-ലാണ് രാഷ്ട്രം പരമോന്നത പൗരബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.